ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് അറിയോ? ഈ ഫിസിക്സ് എല്ലാവർക്കും ടഫ് ആവുമ്പോ ചില ആളുകള് അതിൽ അടിപൊളിയായിട്ട് മാർക്ക് മേടിക്കുന്നത് എങ്ങനെ? അവരോട് എക്സാം ചോദിച്ചാൽ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ അവർക്ക് ഫുൾ A1 അല്ലെങ്കിൽ A+ കിട്ടുന്നത് എങ്ങനെയാ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ ആ കാര്യം? അതിന് അവർ ചെയ്യുന്ന ആരോടും പറയാത്ത കുറച്ച് സീക്രട്സ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാം. ഒന്നാമത്തെ, നമ്മള് ഡിലേ ആവാതെ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാ. എക്സാമിന്റെ തലേദിവസം അല്ല നമ്മൾ പഠിക്കേണ്ടത്, ഇന്ന് തുടങ്ങണം. നാളെ അല്ല, എന്ന് തുടങ്ങണം? ഇപ്പൊ തുടങ്ങണം. അതായത് എപ്പോഴും ഏർലി ആയിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം പഠിച്ചു, ഒരു ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചു, അത് കഴിഞ്ഞ് ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ അത് നോക്കാം, അങ്ങനെയല്ല. അത് പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ അത് മറക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ പഠിക്കണം. നോർമലി നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ ഒരു വട്ടം കൂടെ അത് റിവൈസ് ചെയ്യണം. എങ്ങനെയാ റിവൈസ് ചെയ്യുക? വീണ്ടും പുസ്തകം തുറന്നു വെച്ച് അതിങ്ങനെ വായിക്കുകയല്ല, ബുക്ക് അടച്ചു വെച്ച് ആ പഠിച്ച ഡെറിവേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് വേണ്ടത്. നമ്മുടെ മൈൻഡിനെ നമ്മൾ ചലഞ്ച് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ മറക്കുന്നതിന് മുന്നേ തന്നെ റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. സോ ആദ്യത്തെ 24 മണിക്കൂറിൽ, പിന്നെ 3 ദിവസം കഴിഞ്ഞ, പിന്നെ 7ാമത്തെ ദിവസം, അത് കഴിഞ്ഞാൽ ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ റിവൈസ് ചെയ്യുക. അങ്ങനെ 2-3 വട്ടം ആവർത്തിച്ചുള്ള ആ ഒരു റിവിഷൻ നമ്മുടെ മൈൻഡില് ആ ഒരു പോയിന്റിനെ അവിടെ തന്നെ ഉറപ്പിച്ചു നിർത്തിക്കോളും. ഓക്കെ, ഇനി 3ാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. എന്താണത്? നമ്മള് സമയത്തിനല്ല ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ 1.5 മണിക്കൂർ പഠിക്കും അല്ലെങ്കിൽ 2 മണിക്കൂർ പഠിക്കും, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. നമ്മൾ ആ ടോപ്പിക്കിൽ മാസ്റ്റർ ആവുന്നത് വരെ പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു അരമണിക്കൂർ ഷെഡ്യൂൾ ചെയ്ത് വേഗം വായിച്ചു, എന്റെ പഠനം കഴിഞ്ഞു, അങ്ങനെയല്ല വേണ്ടത്. ഒരു ഡെറിവേഷൻ എടുത്താൽ അത് എത്രത്തോളം പഠിച്ചാലാണ് എനിക്കത് പഠിക്കുക, അത്രയും ടൈം നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. ചില കുട്ടികളെ വളരെ പെട്ടെന്ന് പഠിക്കും, ചിലർക്ക് ഇത്തിരി സമയം വേണ്ടി വരും. അപ്പൊ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ആരാ അംഗീകരിക്കുക? അതുകൊണ്ട് നമ്മളുടെ ഡീമെറിറ്റ്സ് എല്ലാം മനസ്സിലാക്കി നമുക്ക് അതിനുള്ള സമയം കൊടുത്ത് അത് പഠിച്ചെടുക്കുക. സമയത്തിനല്ല നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നിങ്ങൾ അതിൽ മാസ്റ്റർ ആവുന്നതിലാണ്. 4ാമത്തെ പോയിന്റ്, അവോയ്ഡ് ഡിസ്ട്രാക്ഷൻ. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ വേറെ എന്ത് ഡിസ്ട്രാക്ഷൻ ആണോ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത്, അതിനെല്ലാം മാറ്റി വെക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ കുറച്ചു നേരം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഒരു റീല് കണ്ട് പഠിച്ചാൽ എന്താ, പക്ഷെ പിന്നെ ഒരു റീല് 10 ആവും 15 ആവും, അങ്ങനെ പോകും. അത് വേണ്ട. ഡിസ്ട്രാക്ഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കാൻ വേണ്ടി. റൈറ്റ് വാട്ട് യു ഹാവ് ലേൺ. അതായത് നിങ്ങൾ പഠിച്ച കാര്യങ്ങള് അതിനെ നിങ്ങളൊന്ന് എഴുതി വെക്കുക. പ്രധാനമായിട്ടും ഫിസിക്സിൽ നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കുളംസ് ലോന്റെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുക. അത് നിങ്ങൾ ഒരു ഇക്വേഷൻ ബുക്കിലേക്ക്, ഒരു ചെറിയ നോട്ട് ബുക്ക് അതിനായി കരുതി ആ ബുക്കിലേക്ക് എഴുതി വെക്കുക. അതിലെ ഓരോ ടേംസും എന്താണെന്ന് എഴുതുക. ഫോർ എക്സാമ്പിൾ, F=ma ആണെങ്കിൽ അതിൽ F എന്താണ്? ഫോഴ്സ് ആണ്. അതിന്റെ SI യൂണിറ്റ്. +1 +2 കാരാകുമ്പോൾ അതിന്റെ ഡയമെൻഷൻ കൂടെ എഴുതുക. അങ്ങനെ ഇക്വേഷൻസും പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യേണ്ട കാര്യങ്ങളും എഴുതി വെക്കുക. അതുപോലെ ഡെറിവേഷൻസ് എഴുതി പഠിക്കുക. ഇത് നിങ്ങളുടെ മെമ്മറിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം കുറെ നേരം പഠിച്ചു, എന്നാ ഇനിയിപ്പോ ഞാൻ ഓക്കെ ആയി, പക്ഷെ പിറ്റത്തെ ദിവസം ഇന്ന് കിടന്നുറങ്ങിയാൽ ശരിയാവോ? നോ. കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഏതൊരു ടോപ്പറുടെയും മെയിൻ ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ മന്ത്ര എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് കൺസിസ്റ്റൻസിനെ മുറുകെ പിടിച്ചോളൂ. എങ്ങനെയാ മുറുകെ പിടിക്കുക? എല്ലാ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റായി പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ബ്രെയിനിനെ ഹാക്ക് ചെയ്ത് അതിനെ റിവൈസ് ചെയ്ത് എല്ലാ കാര്യത്തിലും നമ്മൾ അടിപൊളിയായി എഴുതാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. നമ്മള് ടെക്സ്റ്റ് ബുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. NCERT ടെക്സ്റ്റ് ബുക്ക് അടിപൊളിയായിട്ട് അറിയണം. അത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നാണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും വരിക. അതുകൊണ്ട് അതിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസും അതിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസും ആണ് ആദ്യം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് പഠിച്ചു തീർന്നിട്ട് വേണം ബാക്കിയുള്ള സോൾവ്ഡ് ക്വസ്റ്റ്യൻസും PYQയിലേക്കും നമുക്ക് പോവാൻ. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർക്കുക. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം പഠിച്ചതിന് ശേഷം എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് ലാസ്റ്റ് റിവിഷൻ ടൈമുകളിൽ നിങ്ങൾ PYQ
ഒരുപാട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരു ചാപ്റ്ററിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഫോക്കസ് ഏരിയ, എവിടെയാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതാണ് ലീസ്റ്റ് ഇമ്പോർട്ടന്റ്, അങ്ങനെ വളരെ സ്മാർട്ട് ആയിട്ട് നമുക്ക് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി നമ്മുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ട്, അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.